ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ ഓൾറെഡി ആ ഒരു ടെന്റേറ്റീവ് സിലബസിനകത്ത് കണ്ടിട്ടുണ്ടാകും. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് ഏതൊക്കെ മോഡ്യൂൾസ്, ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസ് തൊട്ട് തന്നെ പഠിക്കാം. എപ്പോഴും നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. പിന്നെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടും ഇൻ ഡെപ്ത് ആയിട്ടും പഠിക്കുന്നു, അതുപോലെ ഇരിക്കും നമ്മളുടെ റിസൾട്ടുകൾ. അപ്പൊ നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ആ ഒരു സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് പഠിക്കണം, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നോക്കാനുണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു വെക്കണം. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് പാർട്ണർഷിപ്പ് അക്കൗണ്ടുകളും കമ്പനി അക്കൗണ്ടുകളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളുടെ കമ്പനി അക്കൗണ്ട്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും കമ്പനി അക്കൗണ്ട്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾ അത്രയും സിമ്പിൾ ആയിട്ട് കാണരുത്. കാരണം ആ ഒരു പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ തൊട്ട് മുന്നത്തെ വർഷമല്ല. ഈ എക്സാം എന്നാ നടന്നത്? 2, 3, 4 വർഷം മുന്നേ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാമിനെ വിലയിരുത്തരുത്. കാരണം നമ്മളുടെ എക്സാമുകളുടെ സ്റ്റാൻഡേർഡുകൾ മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ആയിരിക്കണം. ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ് നമുക്ക് വേണ്ടത്. അക്കൗണ്ടിങ്ങിലൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രോബ്ലംസും ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വലിയ പ്രോബ്ലംസ് അല്ല, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരും അല്ലെ. നമ്മുടെ അക്കൗണ്ടിങ്ങിലെ പല പല കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ ജേർണൽ എൻട്രീസ് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഏത് തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും അക്കൗണ്ടിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ് എന്താണ് എന്നൊന്നും ഇനി എടുത്ത് പറയേണ്ടതായിട്ടില്ല. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കുന്നതാണ്. ഒരു +1 +2 ലെവലില് +1 കയറുമ്പോൾ തന്നെ അക്കൗണ്ടിങ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സബ്ജക്ട് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെക്കും അല്ലെ. അക്കൗണ്ടിങ്ങിനെ പറ്റി ഒരു വലിയ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പഴയ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ്. സോ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. ഇങ്ങനെ ഒരു വലിയ ഡെഫിനിഷൻ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ എന്താണ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്, ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നുണ്ട് അല്ലെ. അക്കൗണ്ടിങ് എന്താണ് എന്നൊരു കാര്യത്തിൽ നമുക്ക് ഇനി വലിയ ചർച്ചകളിലേക്ക് പോകേണ്ട. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് സ്മാർട്ട് വർക്ക് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. കാരണം നമ്മൾ എപ്പോഴും വേണ്ട കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ഫോക്കസ് കൊടുക്കുക. എപ്പോഴും നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ചു വെച്ച് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എപ്പോഴും സിലബസ് ബേസ്ഡ് ആയിട്ട് പോവുക. സിലബസിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യത്തെ പറ്റി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കാം ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് അസംപ്ഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് അസംപ്ഷൻസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പല അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടിംഗ് അസംപ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. The basic accounting concepts are referred to as the fundamental ideas or basic assumptions underlying the theory and practice of financial accounting and are broad working rules for all accounting activities and developed by the accounting profession. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്.
ബേസിക് അസംപ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് അസംപ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബിസിനസ് എൻറ്റിറ്റി, അക്കൗണ്ടിങ് പീരീഡ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ. ഇത് നാലും നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അസംപ്ഷൻസ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അസംപ്ഷൻസ് ആണ് ബിസിനസ് എൻറ്റിറ്റി, അക്കൗണ്ടിങ് പീരീഡ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ. ഇനി നമ്മളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വരാം. കാരണം നമ്മൾ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത് ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിച്ചു വെക്കും അല്ലെ. അല്ലെങ്കിൽ അസംപ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കും. അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും പ്രിൻസിപ്പിൾസിനെയും പഠിച്ചു വെക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടാനാണ് 3 ഹെഡ് ആയിട്ട് തന്നെ അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 ഹെഡ് ആയിട്ട് തിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് അസംപ്ഷൻസ്. അസംപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, മണി മെഷർമെന്റ്. ഇനി നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നതാണ് നമ്മളുടെ ഡ്യുവൽ ആസ്പെക്ട്, റവന്യൂ റെക്കഗ്നിഷൻ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. ഇത്രയും നമ്മളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകളാണ്. ഏതൊക്കെയാണ്? ഡ്യുവൽ ആസ്പെക്ട്, റവന്യൂ റെക്കഗ്നിഷൻ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ ആണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാൻ ഉള്ളതാണ് ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി, കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി. ഇത് നാലുമാണ് നമ്മളുടെ ബേസിക് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫുൾ ഡിസ്ക്ലോഷർ, മെറ്റീരിയാലിറ്റി, കൺസർവേറ്റിസം, കൺസിസ്റ്റൻസി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ അക്കൗണ്ടിങ് അസംപ്ഷൻസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളും നിങ്ങൾ എല്ലാവർക്കും ഓൾറെഡി ഒരു ഐഡിയ ഉള്ള കാര്യമാണ്. ഇനി അറിയാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലെങ്കിലും നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കി തന്നെ പോകാം. കാരണം എക്സാമിന് ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ബേസിക് അസംപ്ഷൻസ് നോക്കാം. അക്കൗണ്ടിങ് അസംപ്ഷൻസിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ അങ്ങ് പഠിച്ചോ. ബിസിനസ് എൻറ്റിറ്റി അതായത് ബിസിനസ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദി പ്രൊപ്രൈറ്റർ. ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. അതല്ലേ നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ബിസിനസ്സും അതിന്റെ ഓണറും രണ്ടും രണ്ടാണ്. സോ ഹിയർ this concept explains that the business is distinct from the proprietor. Thus the transactions of business only are to be recorded in the books of business. അപ്പോൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം ബിസിനസിന്റെ ബുക്കിൽ കാണിച്ചാൽ മതി. കാരണം എന്തുകൊണ്ടാ? പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത് ബിസിനസ് അല്ല, ബിസിനസ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്ട് ആണ്. ബിസിനസ്സും അതിന്റെ ഓണറും രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളാണ്. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എവിടെ കാണിക്കുള്ളൂ? നമ്മുടെ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ പോലും ബിസിനസിന്റെ ബുക്കിൽ എന്തായിട്ടാണ് കാണുന്നത്? ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത് അല്ലെ. കാരണം ബിസിനസിന്റെ ഓണർ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളുടെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിന്റെ അസംപ്ഷനിൽ പറയുന്നുണ്ട് ബിസിനസും ഓണറും രണ്ടാണ്. അതുകൊണ്ട് ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആണ് അല്ലെ. ഒരാൾ കൊണ്ടു തരുന്നതാണ്, അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. സോ നമ്മൾ ക്യാപിറ്റലിനെയും ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റ് കാരണമാണ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും എന്താണ്. This concept assumes that the business has a perpetual succession or continued existence. ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിനൊരു എൻഡ് ഇല്ല, അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് അവർക്ക് നടത്തിക്കൊണ്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു അടുത്തൊന്നും അവർ പൂട്ടി പോകുന്നില്ല. അങ്ങനെ ഒരു അസംപ്ഷനിലല്ലല്ലോ നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് എന്താ ആലോചിച്ചോണ്ടാ?
ഈ ഒരു ബിസിനസ്സിന് ഒരിക്കലും ഒരു അവസാനം ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ തലമുറക്കാരും ഈ ബിസിനസ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോയിക്കോളും എന്നൊരു അസംഷനിലല്ലേ നമ്മളായാലും ഒരു ബിസിനസ് തുടങ്ങുന്നത്. അടുത്തെങ്ങാനും കൂട്ടി പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ബിസിനസ് തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടും അല്ലല്ലോ. അപ്പൊ ഗോയിങ് കൺസേണിൽ പറയുന്നത് ഒരു ബിസിനസിന് എൻഡ് ഇല്ല, അല്ലെങ്കിൽ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഉണ്ട്, അതിനൊരു എൻഡ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന് ഒരു അവസാനമില്ല, അത് നിർത്തുന്നില്ല, ആ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നൊരു അസംഷൻ ആണ് നമ്മുടെ ഗോയിങ് കൺസേൺ അസംഷനിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. മണി മെഷർമെന്റ് എന്ന് പറയുമ്പോഴും ഈ ഒരു കോൺസെപ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? യെസ്, according to this concept only those transactions which are expressed in monetary terms, അതായത് നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എവിടെ കാണിക്കുന്നുള്ളൂ, നമ്മളുടെ അക്കൗണ്ടിംഗ് ബുക്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നുള്ളൂ. മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നുള്ളൂ. അതാണ് നമ്മളുടെ മണി മെഷർമെന്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഇപ്പൊ മോണിറ്ററി അല്ലാതെ ഇപ്പൊ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ കാണും അല്ലെ, മോണിറ്ററി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാളുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ അയാളുടെ സ്കിൽ, ഇതൊക്കെ നമുക്ക് മോണിറ്ററി ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പൊ ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എവിടെ കാണിക്കുന്നില്ല, നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ അസറ്റ് സൈഡിൽ ഒരാൾ നല്ല സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്, അയാളുടെ സ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ ഒരു അസറ്റ് ആണ്, ആ ഒരു സ്കിൽ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു അസംഷൻ അല്ലെങ്കിൽ മോണിറ്ററി മെഷർമെന്റ് അല്ലെങ്കിൽ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണിറ്ററി ആയിട്ട് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രം നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതും നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കും. അക്കൗണ്ടിംഗ് പീരീഡ്, നമ്മൾ എപ്പോഴും ഒരു സർട്ടൻ ഒരു പീരീഡിലേക്കാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. സോ ഹിയർ ദി കോൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ദാറ്റ് all accounting transactions of a business should be divided into equal time periods which are referred to as accounting period. അപ്പോൾ ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പീരീഡിലേക്കും നമ്മൾ ഓരോ ബുക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻസിനെ കാണിക്കും അല്ലെ. അല്ലാതെ നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് കൂട്ടി പോകുമ്പോൾ കാണിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്റർ ചെയ്യുന്നത് അല്ലെ. എപ്പോഴും നമ്മളൊരു വർഷത്തെ കാര്യങ്ങളായിരിക്കും നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മളെപ്പോഴും ആ ഒരു ഇയർ എൻഡിങ്ങില് നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. കാരണം ആ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അക്കൗണ്ടിംഗ് പീരീഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് പീരീഡ്സ് നമുക്ക് പറയാം. ഒന്നുകിൽ കലണ്ടർ ഇയറും അല്ലെങ്കിൽ ഫിസ്ക്കൽ ഇയറും. രണ്ട് തരത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കാം. ഒന്നുകിൽ കലണ്ടർ ഇയറിന്റെ ബേസിലോ അല്ലെങ്കിൽ നമ്മളുടെ ഫിസ്ക്കൽ ഇയറിന്റെ ബേസിലോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1st ജാനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് 31st ഡിസംബറിൽ എൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ കലണ്ടർ ഇയർ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യാം 1st ജാനുവരി ടു 31st ഡിസംബർ. അപ്പോൾ 31st ഡിസംബറിലായിരിക്കും നമ്മൾ നമ്മളുടെ ബാലൻസ് ഷീറ്റും ഒക്കെ കാണിക്കുന്നത്. ഇനി ഫിസ്ക്കൽ ഇയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ആണ്. ഫിസ്ക്കൽ ഇയറിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇന്ത്യയെ ബേസ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഫിസ്ക്കൽ ഇയറിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഫിസ്ക്കൽ ഇയർ എന്ന് പറയുന്നത് 1st ഏപ്രിൽ ടു 31st മാർച്ച് ആണ്. ഏപ്രിൽ ടു മാർച്ച് ആയിരിക്കും. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നും നമ്മൾ പറയാറുണ്ട് അല്ലെ. ഫിസ്ക്കൽ ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നും പറയാറുണ്ട്. 1st ഏപ്രിൽ ടു 31st മാർച്ച് ആണ് ഫിസ്ക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇനി ആ തരത്തിലാണെങ്കിൽ നമുക്ക് 1st ഏപ്രിൽ ടു 31st മാർച്ചിന്റെ ബേസിലും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് 31st മാർച്ച്, ഇയർ എൻഡിങ് 31st മാർച്ച് എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ബാലൻസ് ഷീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിംഗ് പീരീഡിൽ നമുക്ക് രണ്ട് തരത്തിൽ അക്കൗണ്ടിംഗ് പീരീഡുകളെ പറയാം. ഒന്നുകിൽ കലണ്ടർ ഇയറിന്റെ ബേസിലോ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഇയറിന്റെ ബേസിലോ നമുക്ക് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ അക്കൗണ്ടിംഗ് അസംഷൻസ്. അസംഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് 4 അസംഷൻസ് ഉണ്ട്: ബിസിനസ് എൻറ്റിറ്റി, അക്കൗണ്ടിംഗ് പീരീഡ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ. ഈ 4 അസംഷൻസിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇപ്പോ
കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നോക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് വൺ ആണ് ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നുകിൽ ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്. സിമ്പിൾ ആണ് അല്ലേ. നമ്മളുടെ ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസിൽ രണ്ട് ആസ്പെക്ടുകൾ ഉണ്ട് അല്ലേ. That is the benefit receiving aspect and the benefit giving aspect. എപ്പോഴും നമുക്ക് അറിയാം ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്റ്റും അല്ലെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷനും ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും കാണും. അത് തന്നെയാണ് നമ്മളുടെ ഡ്യുവൽ ആസ്പെക്റ്റിലും പറയുന്നത്. ഏതൊരു ട്രാൻസാക്ഷനിലും ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും ഉണ്ടാകും. ഓക്കെ, these two aspects are to be recorded in the books of accounts. നെക്സ്റ്റ് ആണ് റവന്യൂ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? The business recognize revenue when it is earned rather than when payment is received. ഒരു ബിസിനസ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഏൺ ചെയ്യുമ്പോഴാണ്, റിസീവ് ചെയ്യുമ്പോഴല്ല. നമുക്ക് റവന്യൂ ഏൺ ചെയ്യുമ്പോഴാണ്, റിസീവ് ചെയ്യുമ്പോഴല്ല. അപ്പൊ റവന്യൂ ഏൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് അക്രൂവൽ അക്കൗണ്ടിങ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിങ് എന്ന് പറയും. രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് നമുക്കറിയാം, അക്രൂവൽ അക്കൗണ്ടിങ്ങും ക്യാഷ് അക്കൗണ്ടിങ്ങും. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അക്രൂവൽ അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത നമുക്ക് എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ഏൺ ചെയ്യുമ്പോൾ വേണം എന്ത് ചെയ്യാനായിട്ട്, റിയലൈസ് ചെയ്യാൻ. ഏൺ ചെയ്യുമ്പോഴാണ്, അല്ലാതെ ക്യാഷ് കയ്യിൽ കിട്ടുമ്പോഴല്ല. ഇനി എന്താണ് ഈ ഏൺ ചെയ്യുക എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മള് ഒരു റെന്റ് കിട്ടാനുണ്ട്. റെന്റ് കിട്ടാനുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴാണല്ലോ റെന്റ് കിട്ടുക. 1 month കഴിഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റെന്റ് ഏൺ ചെയ്തു. കയ്യിൽ കിട്ടിയോ? ഇല്ല. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ നമ്മൾക്ക് ഒരു മാസം കഴിയുമ്പോൾ സാലറി കിട്ടും. 31st സാലറി കിട്ടും. 31st കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? സാലറി ഏൺ ചെയ്തു. നമ്മൾക്ക് കിട്ടാനുള്ളതാണ് അല്ലെ, നമ്മൾ ആ ജോലി ചെയ്തു വെച്ചു. ഇനി നമുക്ക് ആ ക്യാഷ് കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ഏൺ ചെയ്തു വെച്ചു. ക്യാഷ് കയ്യിൽ കിട്ടിയില്ല, ഒരു മാസം ജോലി ചെയ്തു. ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്തു, സാലറി ഏൺ ചെയ്തു. ചിലപ്പോൾ നമുക്ക് സാലറി കിട്ടുന്നത് അടുത്ത മാസം 10ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നമ്മളുടെ എംപ്ലോയർ തരാൻ കുറച്ച് വൈകി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് 10th നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുന്നതെങ്കിൽ അവിടെയാണ് ക്യാഷ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അതായത് കയ്യിൽ എപ്പോ ക്യാഷ് കിട്ടുന്നോ അന്നേരം മാത്രമാണ് റിയലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്യാഷ് അക്കൗണ്ടിങ് എന്ന് പറയും. ഇനി ക്യാഷ് കയ്യിൽ കിട്ടുന്നത് നോക്കുന്നില്ല, ഏൺ ചെയ്യുമ്പോൾ തന്നെ റിയലൈസ് ചെയ്തെങ്കിൽ അതിനെയാണ് നമ്മൾ അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മാസത്തെ ജോലി ചെയ്ത് കഴിഞ്ഞു, അപ്പൊ നമുക്ക് സാലറി കിട്ടണം. അപ്പൊ ആ ഒരു 31ാം തീയതി ആകുമ്പോൾ സാലറി നമ്മൾ റിയലൈസ് ചെയ്ത് വെച്ചു. അതായത് നമ്മളുടെ സാലറി ഏൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് റിയലൈസ് ചെയ്തു. അതാണ് നമ്മളുടെ അക്രൂവൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് business recognize revenue when it is earned rather than when the payment is received. ബിസിനസ് എപ്പോഴും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഏൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുമ്പോഴല്ല, ഏൺ ചെയ്യുമ്പോൾ തന്നെ റവന്യൂ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. നമ്മളെപ്പോഴും നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ സെയിൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ബിസിനസിന്റെ റവന്യൂ. മെയിൻ റവന്യൂ എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് ആണ്. അപ്പൊ ഈ സെയിൽസ് തന്നെ ക്യാഷ് സെയിലും നടക്കും, ക്രെഡിറ്റ് സെയിലുകളും നടക്കും അല്ലെ. ക്യാഷിലും വിൽക്കാം, ക്രെഡിറ്റിലും വിൽക്കാം. അപ്പൊ ഈ സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടില് നമ്മൾ സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ഈ ഒരു വർഷം എത്ര സെയിൽ നടന്നോ ആ ഒരു സെയിൽ ആയിരിക്കും നമ്മൾ അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഈ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് വരുന്നത്. കാരണം നമുക്ക് എപ്പോ ക്യാഷ് കയ്യിൽ കിട്ടി എന്നല്ല, നമ്മൾ എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത്, എപ്പോഴാണോ അക്രൂ ചെയ്യുന്നത്, അക്രൂ ചെയ്യുമ്പോൾ തന്നെ റിയലൈസ് ചെയ്യുന്നു. നമ്മളിപ്പോ ക്രെഡിറ്റിൽ വിറ്റു, കടത്തിന് വിറ്റു, നമ്മൾ അക്രൂഡ് ആണ്, നമ്മൾ അക്രൂ ചെയ്തു അല്ലെ. നമുക്ക് സാധനം നമ്മൾ വിറ്റു,
സാധനം കൊടുത്തു, ക്യാഷ് കിട്ടിയില്ല. സാധനം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏൺ ചെയ്തില്ലേ, ഇനി നമുക്ക് ക്യാഷ് കൂടി കിട്ടിയാൽ മതി. അപ്പോൾ ഏൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. Here, the concept requires that all assets are recorded in the books of accounts at their purchase price, which include the cost of acquisition, transportation, installation, and making the asset ready to use. Historical cost concept എന്താ പറയുന്നത്? നമ്മൾ ഏതൊരു അസറ്റ് വാങ്ങിയാലും നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കേണ്ടത് ആ അസറ്റിന്റെ പർച്ചേസ് പ്രൈസ് ആയിരിക്കണം. നമ്മൾ അസറ്റ് വാങ്ങിയ വില എത്രയാണോ ആ ഒരു പർച്ചേസ് പ്രൈസ് പ്ലസ് ആ പർച്ചേസ് പ്രൈസിന്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അതായത് ആ ഒരു അസറ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും, അതിന്റെ അസംബ്ലിംഗ് കോസ്റ്റ് കാണും, അല്ലെങ്കിൽ അതിന്റെ വീടല്ല നമ്മളുടെ ബിസിനസ് വരെ കൊണ്ടുവരാൻ ഉണ്ടാകുന്ന കോസ്റ്റ് കാണും. നമ്മളൊരു മെഷീനറി വാങ്ങി, ആ മെഷീനറി വാങ്ങിയ വില, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഈ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷന്റെ കൂടെ ആ മെഷീനറി നമ്മളുടെ ബിസിനസിന്റെ വെയർ ഹൗസിലേക്ക് എത്തിക്കാൻ നമുക്കൊരു കോസ്റ്റ് ആയി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ദെൻ അതിന്റെ ഇൻസ്റ്റലേഷൻ ഉണ്ട്, അസംബ്ലിംഗ് ഉണ്ട്. ഇങ്ങനെ ആ ഒരു മെഷീനറിയെ റെഡി ടു യൂസ് ആക്കുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ അക്വിസിഷൻ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒറ്റ എമൗണ്ട് ആണ് നമ്മളുടെ മെഷീനറി എന്ന് പറഞ്ഞ് നമ്മുടെ മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആയിരിക്കണം, അതായത് പർച്ചേസ് പ്രൈസും അതിന്റെ കൂടെ വരുന്ന അഡീഷണൽ എക്സ്പെൻസുകളും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മെഷീനറി അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റുകളുടെ കോസ്റ്റിനെ കാണിക്കേണ്ടത്. Next ആണ് matching principle. Matching principle is an accounting concept that dictates that companies report their expenses at the same time as the revenue they are related to. Matching principle ആണ് ഒരു വർഷത്തെ എക്സ്പെൻസുകൾ ആ വർഷത്തെ റവന്യൂവുമായി മാച്ച് ചെയ്യണം. ഒരു വർഷം നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകൾ ആ വർഷം നമുക്ക് കിട്ടുന്ന റവന്യൂ ആയിട്ട് തന്നെ മാച്ച് ചെയ്യണം. ആ തരത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ റവന്യൂസും ഇൻകംസും അല്ലെങ്കിൽ നമ്മളുടെ റവന്യൂ എക്സ്പെൻസുകളും ഇത് രണ്ടും നമ്മൾ എഴുതാം. റവന്യൂ ഇൻകം അല്ല, റവന്യൂ എക്സ്പെൻസുകളും. അപ്പോൾ ഓരോ വർഷവും നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ആ വർഷം നമുക്ക് കിട്ടുന്ന റവന്യൂവുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഹിയർ revenues and expenses are matched on the income statement for a period of time. ഇപ്പോൾ നമ്മൾ ഈ വർഷം നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം കിട്ടുന്ന റവന്യൂവുമായിട്ട് ആ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യണം? നമുക്ക് മാച്ച് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ടാണ് നമ്മളുടെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസുകളൊക്കെ വരുന്നത്. കാരണം അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അഡ്വർടൈസ്മെന്റിന് വേണ്ടി നമ്മൾ ഒരു എക്സ്പെൻസ് ചെലവാക്കുന്നെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ആ വർഷം തന്നെ ആയിരിക്കുമോ കിട്ടുക? അല്ല, വരുന്ന വർഷങ്ങളിലൊക്കെ ആയിരിക്കും, പിന്നീടായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസുകളെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. The concept of objectivity requires that accounting transactions should be recorded in an objective manner, free from the bias of accountants and others. എപ്പോഴും അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ഒരിക്കലും സബ്ജക്റ്റീവ് ആയിരിക്കരുത്. നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുന്ന ഓരോ ട്രാൻസാക്ഷനും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, സബ്ജക്റ്റീവ് ആയിരിക്കരുത്. എന്തുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റീവ് ആയിരിക്കണം സബ്ജക്റ്റീവ് ആയിരിക്കരുത് എന്ന് പറയുന്നത്? സബ്ജക്റ്റീവ് മീൻസ് ആ എഴുതുന്ന ആളുടെ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടന്റിന്റെ സ്വന്തം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ സ്വന്തം നിഗമനങ്ങളിൽ നിന്നൊന്നും എഴുതി വെക്കാനായിട്ട് പാടില്ല. സബ്ജക്റ്റീവ് ആയിട്ട് എഴുതരുത്. ഇനി ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എന്താണോ അവിടെ നടന്നത് ആ ട്രാൻസാക്ഷൻ അതേപോലെ നമ്മൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ this can be possible when each of the transaction is supported by verifiable documents or vouchers. ഇവിടെ ഇതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത്. അതായത് വൗച്ചേഴ്സ് അല്ലെങ്കിൽ വെരിഫയബിൾ ഡോക്യുമെന്റ്സ് വേണം. എപ്പോഴും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതേണ്ടത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ബുക്സിൽ എഴുതുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും എന്ത് വേണം? അതിന് വെരിഫയബിൾ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ വൗച്ചേഴ്സ്
അല്ലെങ്കിൽ വെരിഫയബിൾ സ്റ്റേറ്റ്മെന്റുകൾ അവിടെ വേണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ ബില്ലുകളും നമ്മളൊരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽ നടന്നു എന്ന് എഴുതിയാൽ അതിന്റെ ബില്ലുകൾ നമ്മുടെ കയ്യിൽ വേണം. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ എവിഡൻസുകൾ എന്ന് പറയാം. ഓരോ ട്രാൻസാക്ഷനും എവിഡൻസുകൾ വേണം. നമ്മൾ എഴുതുന്ന ഓരോ ട്രാൻസാക്ഷനും കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് അക്കൗണ്ടന്റിന്റെ സ്വന്തം നിഗമനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ട് ഒരു ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും എവിഡൻസുകൾ വേണം, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്? ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, റവന്യൂ റെക്കഗ്നിഷൻ ഓഫ് റിയലൈസേഷൻ പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്, മാച്ചിങ് പ്രിൻസിപ്പിൾ ആൻഡ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ ആണ് ഫുൾ ഡിസ്ക്ലോഷർ. എന്താണ് ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത്? Convention of full disclosure requires that all material and relevant facts concerning financial statements should be fully disclosed. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുമല്ലോ, ഫുൾ ഡിസ്ക്ലോഷർ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഒരു ബിസിനസ്സിലെ മെറ്റീരിയൽ ഫാക്ടുകൾ എല്ലാ മെറ്റീരിയൽ ഫാക്ടുകളും ആ ഒരു ബിസിനസ് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഫുൾ ഡിസ്ക്ലോഷർ മീൻസ് ദാറ്റ് there should be full, fair and adequate disclosure of accounting information. ഒരു ബിസിനസിന്റെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അവിടെ ഒന്നും നമ്മൾ മറച്ചു വെക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സീക്രട്ട് പ്രോഫിറ്റ് ആയിട്ട് കാണാനോ അങ്ങനെയൊന്നും ചെയ്യരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അവിടെ നമ്മളൊരു കള്ളത്തരം കാണിക്കരുത്. ഒരു തരത്തിലും ഒരു ട്രാൻസാക്ഷനെയും നമ്മൾ ഹൈഡ് ചെയ്യാനായിട്ടും പാടില്ല. എല്ലാ ട്രാൻസാക്ഷൻസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കൺസിസ്റ്റൻസി. The convention of consistency means that same accounting principles should be followed for preparing financial statements year after year. ഓരോ വർഷവും നമ്മൾ സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുകൾ തന്നെ ഫോളോ ചെയ്തിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സ്ഥിരത വേണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് തന്നെ ഈ വർഷവും നമ്മൾ അതേ പ്രിൻസിപ്പിൾ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. A meaningful conclusion can be drawn from financial statements of the same enterprise when there is comparison between them over a period of time. എന്തുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി പറയുന്നത് എന്ന് അറിയാമോ? നമുക്കൊരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു കമ്പാരിസൺ അവിടെ നടക്കണമെങ്കിൽ സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുകൾ ഫോളോ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡുകൾ ഉണ്ട് അല്ലെ. ഡിപ്രീസിയേഷൻ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ വർഷം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഫോളോ ചെയ്തതെങ്കിൽ ഈ വർഷവും അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് ഓരോ വർഷത്തെയും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോ സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഷുഡ് ബി ഫോളോഡ് ഫോർ ഇയർ ആഫ്റ്റർ ഇയർ. ഓക്കെ, ദെൻ മെറ്റീരിയാലിറ്റി ആൻഡ് കൺസർവേറ്റിസം. ഇനി രണ്ട് കോൺസെപ്റ്റുകൾ കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ബാലൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.